Okay. So, ഇതാണ് ഖൈഷൂം. You just have to know that ഖൈഷൂം is also the makhraj of meme and noon. So, if I'm asking a question, meme, noonന്റെ makhraj കണ്ടുപിടിക്കുക. എന്തെല്ലാണ് അതിന്റെ makhraj? What you will say? If in your exam there's a question like this. Name the makhraj of meme and noon. ഇവിടെ ഒരു ട്രിക്കി പാട്ട് വരുന്നുണ്ട്. Who will say the answer? മീമും നൂനും ഉള്ള മഖ്റജ് കണ്ടുപിടിക്കുക. ഏതാണ് ഒറിജിനൽ മഖ്റജ്? ഏതാണ്? മീമിന്റെ ഒറിജിനൽ മഖ്റജ് ദ ലിപ്സ് അല്ലേ? അതിന് ഈ രണ്ടിനും രണ്ട് മഖ്റജ് ഉണ്ട്. മീമിന് ഫസ്റ്റ് മഖ്റജ് ആരാണ്? മെയിൻ മഖ്റജ് ഷഫത്താൻ. സെക്കൻഡ് മഖ്റജ് ആണ് ഖൈഷൂം. മനസ്സിലായോ? നെക്സ്റ്റ് നൂനിന്റെ മെയിൻ ആളാരാ? ലിസാന്റെ ഏത് പാർട്ട്? Is it the deepest, middle, tip or the side? Tip. Very good. Lisan tip. Then next makhraj is Khaishu. ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ. If I am giving 1 mark for name the makhraj of meme and noon, if you are writing only shafatan, only lisan, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്കേ കിട്ടുള്ളൂ. ഖൈഷൂമും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. മനസ്സിലായോ മക്കളെ? Yes or no? Yes. Okay. എല്ലാവർക്കും മഖാരിജുൽ ഹുറൂഫ് പഠിച്ചത് മനസ്സിലായിനാ? ലെറ്റേഴ്സ് എല്ലാം? Yes. Yes or no? Yes. Ifan, did you understand എവിടെ നിന്നാണ് ലെറ്റേഴ്സ് എല്ലാം വരുന്നതെന്ന്? Yes. Okay. So നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഓർഡറിൽ നമുക്ക് ഇനി ഇമാദ്, do you understand? Yes or no? Yes. Okay. Now see, നമുക്ക് ഓരോ ഓർഡറിൽ നമുക്ക് നോക്കാം. അലിഫ്, 1 minute. അലിഫ്, ബ, ത. ഓരോ കുട്ടികൾ ഓരോ മഖ്റജ് പറയണേ. I'll give chance to everyone. Alif is a Hamza. Now tell me. Alif is also a Hamza. Fatima Fida. Hamza എവിടുന്നാ വരുന്നേ? വേറെ ആരും പറയല്ലേ, ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. ഡോണ്ട് വറി. ഫാത്തിമ ഫിദ പറ. ഹംസ കംസ് ഫ്രം. ഇങ്ങനെ ഒരു ലെറ്റർ പറയുമ്പോൾ നിങ്ങൾ ആദ്യം 5 മഖ്റജും മനസ്സിൽ വരണം. ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫത്താൻ, ഖൈഷു. ഹംസ എവിടെയാ വരുന്നേ? തിങ്ക് അബൌട്ട് ജൗഫ്. ജൗഫിൽ 3 മദ്ദക്ഷരങ്ങളാണ്, അപ്പൊ അത് വരൂല. ഇനി ഹൽക്കിനെ കുറിച്ച് ചിന്തിക്കാം. ഹൽക്ക് 3 പാർട്ടായി ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ലോവർ, മിഡിൽ, അപ്പർ. ലോവർ നിന്നാണ് ആര് വരുന്നത്? Who knows answer? ഹൽക്ക്. യെസ്, ഹൽക്ക്. മനസ്സിലായ? ഹംസ ഹൽക്ക് അല്ലേ? ഹംസ ഹ ഇസ് കമ്മിങ് ഫ്രം ലോവർ പാർട്ട് ഓഫ് ദ ത്രോട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചേ ഹൽക്കിന്റെ? ഓർമ്മ ഉണ്ടോ ഫാത്തിമ? അപ്പൊ അതുപോലെ പറഞ്ഞു. ഹൽക്ക്, ലോവർ ഹൽക്ക്, ലോവർ പാർട്ട് ഓഫ് ദ ഹൽക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ പറയണ്ടേ. നൗ നെക്സ്റ്റ് ഇമാദ്, ടെൽ മീ. ബ എവിടുന്നാ വരാ? ടെൻഷൻ ഒന്നും ആവണ്ട. ഓക്കെ, നമ്മൾ പഠിക്കുന്നേ. വെരി ഗുഡ്. അത് ലിപ്പാണ്. ഓക്കെ. നൗ നെക്സ്റ്റ് മൻഹ, ടെൽ മീ. ത എവിടുന്നാ വരുന്നേ? ത. യു ക്യാൻ ഓൾസോ, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് അത് ഉച്ചരിക്കാം. Then try saying what is the answer. The Manha. Now remember all the makhraj. Khaishum ഉണ്ട്, ലിസാൻ, ഷഫത്താൻ, ഹൽക്ക്, ജൗ. എന്തായിരിക്കും? Tell me. നമ്മളിപ്പോ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത ഇവിടെ വരുന്നേന്ന്.
മെയിൻ മഖ്റജ് പറഞ്ഞോക്ക് മൻഹ. Tip of മെയിൻ tip of മഖ്റജ്. ആ who said that? tip of the tongue. Tip of the tongue. Yes. അപ്പൊ ലിസാൻ മനസ്സിലാവുന്നുണ്ട് എങ്ങനെ മഖ്റജ് കണ്ടുപിടിക്കണ്ടെന്ന്? ടിപ്പ് ഓഫ് ലിസൺ എനിക്കറിയാം, ബിക്കോസ് നമ്മൾ നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, എക്സാം ഒന്നും എഴുതിയിട്ടില്ല. സോ ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്. ഇപ്പൊ ടീച്ചർ നോക്കുന്നതാണ് ആർക്കെല്ലാം ഓർമ്മ ഉണ്ട് എന്ന് നോക്കുന്നതാണ് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് നൂഹ ട്രൈ. സ എന്ന അക്ഷരം. സ എവിടുന്ന വരാ? സ നൂഹ. യെസ്, വെരി ഗുഡ്. ടിപ്പ് ഓഫ് ദ ടങ്. ടിപ്പ് ഓഫ് ടങ് ഓർ ലിസാൻ. ഇത് പറഞ്ഞിട്ടില്ലേ സ സ ഒരേ ഭാഗത്തുനിന്നാണ് വരുന്നത്. ഓക്കെ, അലിഫ് ബ ത സ. ഇനി അടുത്തത് സോറി ജീം എവിടുന്നായിരിക്കും വരാ? ഷിഫാൻ പറഞ്ഞ ജീം. ജ ജ. റിമെമ്പർ ഞാനൊരു പേര് പറഞ്ഞ ഓർമ്മ ഇന്നലെ? ആ ജീം എവിടുന്നാ വരുന്നത്? ഏതാണ് മെയിൻ മഖ്റജ്? ജൗഫ ആണോ, ഹൽക്കാണോ, ലിസാൻ ആണോ, ഷഫത്താൻ ആണോ, ഖൈഷൂം ആണോ? എന്താ ഓർമ്മ ഉണ്ടോ എന്താ ടീച്ചർ പറഞ്ഞത്? എന്താണ്? Middle of the tongue. യെസ്, മിഡിൽ ഓഫ് ദി ടങ്. അത് ഷിഫാനല്ലേ പറഞ്ഞേ? യെസ്. ഹൂ സെഡ് ദാറ്റ്? ഇമാദ് പറയല്ല. സി, നിങ്ങൾക്ക് മനസ്സിലായിന? എല്ലാ കുട്ടികൾക്കും മനസ്സിലായിന ടീച്ചർ പറയുന്ന ഈ കാര്യങ്ങള്? യെസ് ഓർ നോ? നമ്മളെ ബോഡിയില്, നമ്മളെ വായിലും തൊണ്ടയിലെല്ലാം 5 സ്ഥലങ്ങളുണ്ട് മെയിൻ ആയിട്ട്. ജൗഫ്, ഹൽക്ക്, ലിസാൻ, ഷഫത്താൻ, ഖൈഷൂം. ഈ 5 പ്ലേസിൽ നിന്നും നമ്മൾ അറബിക് അക്ഷരങ്ങളെല്ലാം പുറത്തേക്ക് വരും. മനസ്സിലായ? അപ്പൊ 5 പ്ലേസിലുള്ള അക്ഷരങ്ങളാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അലിഫ് തൊട്ട് യാ വരെ ഓർഡറിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണം. വി നീഡ് ടു നോ ദാറ്റ്. ഹംസ എന്ന് പറയുമ്പോ ഹൽക്ക്, ലോവർ ഹൽക്ക്. ബ എന്ന് പറയുമ്പോ ഷഫത്താൻ. ത എന്ന് പറയുമ്പോ ടിപ്പ് ഓഫ് ദ ലിസാൻ. സ ടിപ്പ് ഓഫ് ടങ്. ജീം മിഡിൽ ഓഫ് ദ ടങ്. ഹ എവിടുന്ന? ഉൽസേ ഹൽക്ക്. ഹൽക്കാന്ന് മെയിൻ മഖർജ് എന്നറിയാം. പക്ഷെ ഏത് പാട്ട് ഹൽക്കിന്റെ? ഇസ് ഇറ്റ് അപ്പർ, മിഡിൽ ഓർ ലോവർ? മിഡിൽ. യെസ്, വെരി ഗുഡ്. ഖ എവിടെ വരുന്നത്? അപ്പർ ഹൽക്ക്. വെരി ഗുഡ്. ഖ. ഇനി അലിഫ് ബ ത സ ജീം ഹ ഖ. ഇനി ദാൽ. ദാൽ എവിടുന്നാ വരുന്നത്? ലിസാൻ. ടിപ്പ് ഓഫ് ദ ടങ്. വെരി ഗുഡ്. ദാൽ. ദാൽ. Lisan. Which lisan? Is it middle, sides, tip, or the deepest part? Tip. അല്ലേ? Zal tip എന്നാ വരുന്നത്. Zal comes from the tip. Now next raw. Raw എവിടുന്നാ വരുന്നത്? Lisan. Again tip of the tongue. Za. Lisan. Tip of the tongue. അല്ലേ? സീൻ, ഷീൻ, സ്വാദ്. ഈ 3 അക്ഷരങ്ങളോ? സീൻ എവിടുന്ന വരാ? സീനും സ്വാദും ടിപ്പ് ഓഫ് ദ ടങ് ആണ്. ഷീനോ? Middle of the tongue. വെരി ഗുഡ്. മിഡിൽ ഓഫ് ദ ടങ്. യെസ്. ദ്വാദ്. Side of the tongue. Side of the tongue. ത്വാ, വാ. ടിപ്പ് ഓഫ് ദ ടങ്. രണ്ടും സെയിം തന്നെ അല്ലേ? Middle of the middle of the tongue. Aini middle of the tongue. throat. Sorry. എന്താണ്? ത്രോട്ട്.
isn't it? Throat. ഹൽക്കിന്റെ മിഡിൽ പാർട്ടാണ് ത്രോട്ട്. റൈനോ upper part of the throat. Ain, Vain. Where does the fa come? Shafatan. Fa comes from the Shafatan. Shafatan. Qaf. Hal. Deepest part of the dash. Another. Qafum, Kafum. Deepest part of the tongue. Tongue. Qaf, Kaf. Lamb. Side of the tongue. Side of the tongue. Meme. Meme. ഹൈഷൂമിലുണ്ട്. ഷഫത്താനിലുണ്ട്. ഹൈഷൂമിലുണ്ട്. ഷഫത്താനിലുണ്ട്. Yes. Noon. ലിസാനിലെ ടിപ്പ് ഓഫ് ദ ടങ്ങിലുണ്ട്. Tip of the tongue. Yes. Wow. Wow. Wow എന്താണ്? ഒരു പാട്ട് പാടില്ലേ? Are from the lips. Wow comes from Lisan. ഷഫത്താൻ. Shafatan. Okay. എവിടെയാണ്? Hulk. Lowest. Lowest part hulk. of throat. That's very good. Last year. Yeah. ലിസാൻ. അല്ലേ? Listen. Which part? മിഡിൽ. Middle part. Yes, very good. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു തന്നിട്ടാ. ഡോണ്ട് വറി. ഇൻഷാല്ലാ നമ്മള് നോട്ട്സിൽ എഴുതി കഴിഞ്ഞ എക്സാം ആവുമ്പോ നിങ്ങൾ എല്ലാം പഠിക്കണം കേട്ടാ. ഓക്കെ, യു വിൽ ഹാവ് ടു ലേൺ ഓൾ ദ ലെറ്റേഴ്സ് ഫ്രം വേർ ഇറ്റ് കംസ്. ടീച്ചർ പൊസിഷൻ ഒന്നും ചോദിക്കൂല, ലൈക്ക് എവിടെ ടച്ച് ചെയ്യുന്നത് അതൊന്നും ചോദിക്കൂല. ബട്ട് നിങ്ങൾ ഏതാ പ്ലേസ് എന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായ മക്കളെ? യെസ് ഓർ നോ? നൂഹ, സൽഹ, എല്ലാവർക്കും മനസ്സിലായാ? ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ നമുക്ക് നാളെ മുതൽ വേറെ ടോപ്പിക്സ് എടുക്കാം. ഓക്കെ ഡിയേഴ്സ്? ഓക്കെ മക്കളെ, ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Walaikum.